സജസ്റ്റ് ചെയ്യുന്നു ആക്രിലിക്കിൻ്റെ എലിമെൻറ്റ്സും ബേസിക്സും കവർ ചെയ്യുന്ന വീഡിയോസ് ഇടുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഫൈനലി ഞാൻ ഇന്ന് മുതൽ അതിൻ്റെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബേസിക് എലിമെൻറ്റ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത് സ്കൈ ആണ്. അപ്പം ഏതൊരു പെയിൻറ്റിങ്, ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്ങും നിങ്ങൾ എല്ലാ പെയിൻറ്റിങ്ങും അല്ല, നിങ്ങൾ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മോസ്റ്റ്ലി അതിലൊരു സ്കൈ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വേരിയേഷൻസ് ഓഫ് സ്കൈ ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. കുറച്ച് ഏരിയാസിൽ ഞാൻ സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്. കാര്യം കാണാൻ ചിലപ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും, അപ്ലോഡ് ചെയ്യാൻ എനിക്കും ഇൻകൺവീനിയൻ്റ് ആണ്. അതുകൊണ്ട് ഒരുപാട് ലോങ് ആക്കിയിട്ടില്ല. ഇങ്ങനെ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾക്ക് പോസ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ അവിടെ എത്തി ആ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് അവിടെ എത്തി എന്നുള്ള രീതിക്കാവുമ്പോൾ വീണ്ടും പ്ലേ ചെയ്ത് ബാക്കി ഭാഗം കാണാം. പിന്നെ ആദ്യ ഒരു പ്രാവശ്യം നിങ്ങൾ കംപ്ലീറ്റ് വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ വീണ്ടും ആദ്യം മുതൽ ഒന്നും കൂടി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ഓരോ സ്റ്റേജസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആ സ്റ്റേജസ് ഓരോന്നായിട്ട് കവർ ചെയ്ത് നമുക്ക് ചെയ്ത് വരാം. അപ്പം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ റീപ്ലേ ചെയ്തിട്ട് അല്ലെങ്കിൽ പ്ലേ ചെയ്തിട്ട് ബാക്കി കൂടി കാണുക. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യത്തെ എലിമെൻ്റ് എന്ന രീതിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് സ്കൈനെ പറ്റിയാണ്. അപ്പോൾ സ്കൈൻ്റെ 4 രീതികൾ, അതായത് പ്ലെയിൻ ആയിട്ടുള്ള സ്കൈ, ക്ലൗഡ്സ് ഉള്ള സ്കൈ, സൺസെറ്റ്, നൈറ്റ് സ്കൈ, ഈ 4 കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ 2 നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, പെയിൻറ്റ് ചെയ്തിട്ട് ഒരു ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ റഫായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയലിൽ ഇതുപോലെ 4 ഡിവൈഡ് ചെയ്തിട്ട് ചെയ്ത് പഠിക്കുക. ആദ്യം തന്നെ ക്യാൻവാസൊക്കെ വാങ്ങിയിട്ട് ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ടൊരു കോൺഫിഡൻസ് കുറവ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ക്യാൻവാസൊക്കെ വാങ്ങി വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൽ ആയിട്ടുള്ള സ്കൈ ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര ബ്ലൂ ആയിട്ടുള്ള സ്കൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റിൻ്റെ കൂടെ കുറച്ച് സെറൂലിയൻ ബ്ലൂവും അൾട്രാമറൈൻ ബ്ലൂ ആണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് പ്ലെയിൻ സ്കൈ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ലൈറ്റ് ടോൺഡ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്, കുറച്ച് പ്ലസൻ്റ് ആയിട്ടും. അപ്പോൾ അങ്ങനത്തെ സ്കൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം വൈറ്റ് വേണം നമുക്ക്. ആ വൈറ്റ് നമുക്ക് വേണ്ട എമൗണ്ട് അനുസരിച്ച് ഇതിൻ്റെ കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ പെയിൻ സ്കൈ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി കുറേ പെയിനൊന്നും മിക്സ് ചെയ്ത് വെക്കുന്നില്ല. എനിക്ക് സെയിം കളർ വേണമെന്നില്ല, കുറച്ചൊരു ഗ്രേഡിയൻ്റ് പോലെയാണ് വേണ്ടത്, അതായത് ഒരു ഡാർക്ക് ടു ലൈറ്റ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഞാൻ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സെറൂലിയൻ ബ്ലൂവും അൾട്രാമറൈൻ ബ്ലൂവും മിക്സ് എടുത്ത് ടോപ്പ് പോർഷൻ നിന്നാണ് തുടങ്ങിയത്, കാരണം എനിക്ക് കംപ്ലീറ്റ് കവർ ചെയ്യണം. അപ്പോൾ ഞാൻ ബേസ് അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ബ്രഷാണ്, 1/2 സൈസുള്ള ഫ്ലാറ്റ് ബ്രഷാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് വെച്ചിട്ട് ടോപ്പ് ടു ബോട്ടം അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഇടയിലേക്ക് വൈറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ ബ്ലെൻഡായി വരും, അതുകൊണ്ട് സീനൊന്നുമില്ല. അപ്പം ഇങ്ങനെ ജസ്റ്റ് എനിക്ക് ഒരേപോലെയുള്ള കംപ്ലീറ്റ് യൂണിഫോം ആയിട്ടൊരു കളറല്ല വേണ്ടത്, ജസ്റ്റ് ഒരു ഗ്രേഡിൻ്റെ പോലെയാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യുക. നമ്മൾ ഭയങ്കര മെല്ലെ അല്ലെങ്കിൽ ഭയങ്കര ഫോഴ്സ് കൊടുത്തിട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട. നോർമലി നമ്മളെ കൈയിൻ്റെ ഒരു സ്പീഡ് ഉണ്ടല്ലോ, ആ ഒരു സ്പീഡിന് അപ്ലൈ ചെയ്ത് വന്നാൽ മതി. പിന്നെ ഒരുപാട് വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് എൻ്റെ പാലറ്റിൽ കാണാമല്ലോ, ഒരുപാട് വെള്ളമൊന്നുമില്ല. പെയിൻറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് തിക്ക് തന്നെയാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് വെള്ളം കൂട്ടിയിട്ട് മിക്സപ്പ് ആക്കിയിട്ടുണ്ട്, അതല്ലാണ്ട് അധികം വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല, എക്സ്ട്രാ വാട്ടറൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി എങ്ങനെയാണ് എത്ര വെള്ളമാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ബ്രഷിൻ്റെ പ്രഷർ ബാലൻസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് താഴെത്തി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് കുറച്ച് അൺഈവൺ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ് ടോപ്പ് ടു ബോട്ടം കവർ ചെയ്ത് വന്നേ ഉള്ളൂ. അപ്പോൾ ഈ അൺഈവൺ ആയിട്ടുള്ള സ്ഥലത്ത് കുറച്ചും കൂടി പെയിൻറ്റ് ബ്രഷിൽ ലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് അവിടെ പോയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഈ ഫില്ലാവാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ അൺഈവൺ ആയിട്ടുള്ള സ്ഥലത്ത് വേറെ ഒരു കളർ, അതെനിക്ക് ഭയങ്കര ഡാർക്കായിട്ടൊരു ടോൺ പോയി അടിക്കേണ്ട, കുറച്ച് സിമിലർ ടു ദാറ്റ് കളർ എന്നുള്ള രീതിക്ക് അപ്ലൈ ചെയ്താൽ മതി. അതിനിടയിൽ എനിക്ക് അബദ്ധം പറ്റി, ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഒന്നും കൂടി റീടേക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് നിങ്ങൾക്ക് ചെയ്തുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ സ്കൈ ആണ് ആദ്യം ചെയ്യുന്നത്. പക്ഷേ ഈ പ്ലെയിൻ സ്കൈ എന്ന് പറയുന്നതിൽ ഗ്രഡേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ബ്ലെൻഡോ ഒന്നുമില്ല, ഒരൊറ്റ സിംഗിൾ കളർ സ്കൈ ആണ്. അപ്പോൾ സിംഗിൾ കളർ സ്കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ പാലറ്റിൽ വൈറ്റും
അൾട്രാമറൈൻ ബ്ലൂ ആണ് മിക്സ് ചെയ്തിട്ടുള്ളത്, അത് മാത്രമേ ഉള്ളൂ. സെറൂലിയൻ ബ്ലൂ ഇതിൽ ഞാൻ മിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ വൈറ്റും അൾട്രാമറൈൻ ബ്ലൂവും മിക്സ് ചെയ്തിട്ട് പാലറ്റിൽ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയായിരുന്നു. കാര്യം എനിക്ക് സെയിം കളറാണ് ത്രൂ ഔട്ട് വേണ്ടത്, അതിനകത്തൊരു ചേഞ്ച് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി പിന്നെ സെറൂലിയൻ ബ്ലൂവും അൾട്രാമറൈൻ ബ്ലൂ മാത്രമേ സ്കൈക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് പ്രഷ്യൻ ബ്ലൂ ആണ് കയ്യിലുള്ള വെച്ചാൽ പ്രഷ്യൻ ബ്ലൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൊബാൾട്ട് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ കൊബാൾട്ട് ബ്ലൂ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ബേസ് ചെയ്തു. അപ്പോൾ ബേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലൗഡ്സ് വരയ്ക്കാൻ പോവാണ്. ഇവിടെ ക്ലൗഡ്സ് വരയ്ക്കുന്ന ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചില സ്ഥലത്ത് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ബേസ് കംപ്ലീറ്റ് ആദ്യം അടിച്ചു വെച്ചത്. ഇനിയിപ്പം ക്ലൗഡ്സിനെ മാർക്ക് ചെയ്യണം, അതായത് എവിടേക്കാണ് എനിക്ക് ക്ലൗഡ്സ് വേണ്ടത്, എത്ര വലിയ ക്ലൗഡ്സാണ് വേണ്ടത്, എങ്ങനെയാണ് ക്ലൗഡ്സ് മൂവ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് ജസ്റ്റ് ആദ്യം റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫ്ലാറ്റ് ബ്രഷ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഞാൻ ബ്രഷ് മാറി റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സൈസ് 6 ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലൗഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ട് ആൻഡ് റൗണ്ട് മൂവ് ചെയ്യില്ലേ, ഞാൻ ആക്രിലിക് പെയിൻറ്റിങ് ടെക്നീക്സ് പറഞ്ഞു തന്നപ്പം സ്കംബ്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് പറഞ്ഞിരുന്നത്, അതായത് ബ്രഷിന് നമ്മൾ റൗണ്ട് ആൻഡ് റൗണ്ട് മൂവ് ചെയ്തിട്ട് ഡീറ്റെയിൽ ചെയ്യുന്ന പരിപാടി. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ക്ലൗഡ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ വൈറ്റ് പെയിൻറ്റ് എടുക്കുക, ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ക്ലൗഡ് ഇവിടെ പ്ലസൻറ്റ് സ്കൈ ആണ്, അതുകൊണ്ട് വൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം വൈറ്റ് വേറൊരു കളർ ബ്ലൂവിനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, വൈറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ക്ലൗഡ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ചെയ്യുന്നത്. അപ്പം വൈറ്റ് ജസ്റ്റ് വെള്ളമൊന്നും അധികം എടുത്തില്ല, ജസ്റ്റ് ഒന്ന് ആ ബ്രഷിലേക്ക് ആവാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ റൗണ്ട് ആൻഡ് റൗണ്ട് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ആ മൂവ്മെൻറ്റിൽ നമുക്ക് കളർ കുറച്ച് ബ്ലെൻഡഡ് ആയിട്ടും വരണം കേട്ടോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ റിങ് പോലെ കാണരുത്. ജസ്റ്റ് അത് ഭയങ്കര ചെറുതായിട്ട് നമ്മൾ ആ റൗണ്ട് മൂവ് ചെയ്യുമ്പം അപ്പുറത്തുള്ള കളറുമായിട്ട് കുറച്ചൊന്ന് മിക്സ്ഡ് അപ്പ് ആവും വേണം. വേറെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ ലെയർ ബേസ് കോട്ട് കളർ അടിച്ചിട്ട് ഞാൻ ഡ്രൈ ആവാതെയാണ് ഈ ക്ലൗഡ്സിനെ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് കോട്ടിൻ്റെ കളറും നമ്മൾ കൊടുക്കുന്ന ക്ലൗഡിൻ്റെ കളറും, അതായത് വൈറ്റ് രണ്ടും കൂടി മിക്സപ്പ് ആയിട്ട് ഒരു ലൈറ്റ് ടോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ അത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്ലൗഡ് ചെയ്യാനുള്ള ഒരു ബേസിക് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ ബ്രഷിനെ മൂവ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടാണ് അതിനകത്തുള്ള ഷെയ്ഡ്സൊക്കെ വരുത്തുന്നത്. അപ്പോൾ ക്ലൗഡ് അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റിന് ഒരു ലൈഫ് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഡെപ്ത് തോന്നിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന ഷെയ്ഡ്സാണ്. ഇപ്പോൾ ഞാൻ വെള്ളം മാത്രം അടിച്ചു വെച്ചിരുന്നെങ്കിൽ ഒരു 3D അല്ലെങ്കിൽ ഒരു അടുത്ത ഡയമെൻഷൻ ആയിട്ടുള്ള ക്ലൗഡായി തോന്നില്ല. അത് ജസ്റ്റ് ഒരു നമ്മൾ എന്താ പറയുക നോർമലി പേപ്പറിൽ വരച്ച് വെച്ചിരിക്കുന്ന പ്ലെയിൻ, അതായത് 1D ക്ലൗഡേ ആവുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി അതിന് ഡെപ്ത് തോന്നാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ഷെയ്ഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഷെയ്ഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ബേസ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ ഒരു ലെയർ, അതായത് ക്ലൗഡ്സിനൊക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽ ആണ്, അതായത് ഫെർദർ ലെയേഴ്സ് ചെയ്യാണ്. കാര്യം അത് ഇങ്ങനെ ഇപ്പോൾ ഒരു പെയിലായിട്ടല്ല ഉള്ളത്, കാര്യം എന്താ, നമ്മൾ ഓൾറെഡി ഡ്രൈ ആവാത്ത ബേസ് കോട്ടിൻ്റെ മുകളിലാണ് വൈറ്റ് എടുത്തടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആ കളറും രണ്ടാമത്തെ കളറും മിക്സ് ആയിട്ടാണ് അതിങ്ങനെ പെയിലായിട്ട് വന്നത്. ഇനിയുള്ള ലെയർ കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷമാണ് ഞാൻ അടുത്തൊരു ലെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൗഡ് കുറച്ചും കൂടി വൈറ്റ് ആവണ്ടേ. അപ്പോൾ ഈ വൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ ടെക്നിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി തിക്ക് വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചില സ്ഥലത്ത് ഈ സ്കൈ അല്ലെങ്കിൽ ക്ലൗഡ് ഭയങ്കര വൈറ്റ് ആയിട്ടുണ്ട് തോന്നുകയാണെങ്കിൽ അവിടെ കുറച്ച് കൂടുതൽ തിക്കായിട്ട് വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ഭയങ്കര ഡൈല്യൂട്ടഡ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അപ്പം ക്ലൗഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ പെയിൻറ്റ് യൂസ് ചെയ്യുക, അങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗം പണി തീരും. അപ്പം അതുകൊണ്ട് തിക്കായിട്ട് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ തിക്കായതുകൊണ്ട് ബ്ലെൻഡ് ആവുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ബ്ലെൻഡ് ചെയ്യേണ്ട ഭാഗത്ത് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്ലൗഡിനെ കണ്ടൊരു ബോർഡറിൽ നല്ല വൈറ്റ് ആയിട്ടും അകത്തേക്ക് പോകുമ്പം കുറച്ച് ബ്ലൂവിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഷെയ്ഡ് ഡിഫറൻസ് ഉള്ളതിനെ കൊണ്ടാണ് ക്ലൗഡിന് കുറച്ചും കൂടി ഡെപ്ത് തോന്നുന്നത്. അപ്പോൾ അത് വരുത്തുന്ന രീതിയിൽ വേണം നിങ്ങൾ പെയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിവിടെ ഇപ്പോൾ പേപ്പറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം കളർ കുറച്ച് ഫെയ്ഡ് ആവും. അപ്പോൾ ഒരു ലെയർ മതി, 1-2 ലെയറൊന്നും മതിയാവില്ല, ഒരു 3 to 4 ലെയേഴ്സ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ എത്ര പെയിൻ്റാണ് ഇനീഷ്യലി എടുക്കുന്നതിനനുസരിച്ചിട്ട്. ഞാനൊരു 3 ലെയേഴ്സ് ചെയ്തു, അന്നപ്പോഴാണ് എനിക്ക് വേണ്ട ഒരു റിസൾട്ട് കിട്ടിയത്. ഇനി ആകാശത്ത് തന്നെ ജസ്റ്റ് സ്മൂത്ത് ചെറിയ ലൈനോ അങ്ങനെയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്ക് പെയിൻ്റ് എടുത്തിട്ട് അതുപോലെ ജസ്റ്റ് വരയ്ക്കണം. നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട പാറ്റേൺ വരച്ചുണ്ടാക്കുകയാണ് റിയലിസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതായത് നമ്മൾ ഡിക്റ്റോ എന്താണ് നമുക്ക് വേണ്ടത് അത് നോക്കുക, അതിനെ ജസ്റ്റ് അതുപോലെ വരച്ചുണ്ടാക്കുക. ഓക്കെ,
അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും സ്കൈ പെയിൻറ്റ് ചെയ്യാനും ക്ലൗഡ്സ് പെയിൻറ്റ് ചെയ്യാനും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനകത്ത് ഞാൻ കുറച്ച് സിൽ ഔട്ട് ബേർഡ്സിനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബേർഡ്സിനെ എങ്ങനെയാണ് ചെയ്യാമെന്ന് നെക്സ്റ്റ് വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.